യെസ്, അപ്പോൾ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്, തലക്കെട്ടുകൾ. ഇനി അതിന് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നേരത്തെ പ്രകൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തുടർ പ്രതികരണങ്ങൾ വന്ന ദിവസമാണ്. ഒരുപാട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്നുമുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ രഞ്ജിത്തിന് മേൽ സമ്മർദ്ദം ഏറുകയാണ്. രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇടതു കേന്ദ്രങ്ങളും രഞ്ജിത്തിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. കേസെടുക്കാനാകില്ലെന്ന നിലപാട് മാറ്റിയ മന്ത്രി സജി ചെറിയാൻ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നും വിശദീകരിച്ചു. വെളിപ്പെടുത്തലിൽ ഇടപെടാൻ പോലീസുണ്ട്, പരാതിക്കാരിയുമായി പോലീസ് സംസാരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിന്നാൽ തുടർ നടപടിയും ഉണ്ടാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ ആരെങ്കിലും പരാതിയുമായി വന്നാൽ നിയമ നടപടിയെന്നാണ് സർക്കാരിന്റെ നിലപാട്. നടി ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണമുന്നയിച്ചതോടെ സർക്കാർ വെട്ടിലായി. രഞ്ജിത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡ് മാറ്റിയിട്ടുണ്ട്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് ബോർഡ് മാറ്റിയാണ് വാഹനം കൊണ്ടുപോയത്. ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രഞ്ജിത്ത് വയനാട്ടിലെ റിസോർട്ടിലെത്തിയത്. രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ കേസെടുക്കാനാവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഏതെങ്കിലും ഒരാൾ ആരെപ്പറ്റിയെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ? ആർക്കാണോ ആരോപണം, ആർക്കെതിരെയാണോ അവർ പരാതി തരിക. ആ പരാതിന്മേൽ ആവശ്യമായ തീരുമാനം അവർ ഉന്നയിച്ചല്ലോ. ഉന്നയിച്ച സ്ഥിതിക്ക് അവർക്ക് പരാതി തരുന്നതിന് ബുദ്ധിമുട്ടില്ല. പരാതി തന്നാൽ അത് നിയമാനുസൃതം ചെയ്യും. ആരോപണമുന്നയിച്ച നടി പരാതി നൽകിയാൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജും പറഞ്ഞു. ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ കേസെടുക്കാനാകില്ലെന്ന ന്യായം വിചിത്രമെന്ന് സംവിധായകൻ ആഷിഖ് അബു. അക്കാദമി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു ആരോപണം, ഗൗരവതരമായ ഒരു ആരോപണം നേരിട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഉടനടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വിവാദത്തിൽ സൂക്ഷ്മതയോടെ പ്രതികരിച്ചാൽ മതിയെന്നാണ് CPI നിലപാട്. 24 തിരുവനന്തപുരം. അതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി വരികയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്തിന്റെ രാജി അനിവാര്യമെന്ന് LTF-ൽ വിലയിരുത്തൽ. നടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് മുന്നണിയിൽ ചർച്ച സജീവമായത്. യുവനടിയുടെ പീഡനാരോപണത്തിൽ സിദ്ദിഖിനെതിരെ നിയമ നടപടിയെടുക്കുന്ന കാര്യം പോലീസും പരിശോധിക്കുകയാണ്. ഷഫീദ് റാവുത്തർ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തും. ഷഫീദ്, നേരത്തെ തന്നെ രാജിക്കൊരുങ്ങുന്നു, രാജിയിലേക്ക് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതിപ്പോൾ LDF ഗൗരവമായി ചർച്ച ചെയ്യുന്നു എന്ന പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? പ്രവിത, ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം നിലവിൽ ഇപ്പോൾ ഈ രഞ്ജിത്ത് ഈ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അക്കാദമി ചെയർമാൻ ചുമതലയിലിരിക്കുന്നത് അത് വലിയ തരത്തിൽ സർക്കാരിന് ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അത് മുന്നണിയിലും ഒരു വിലയിരുത്തലായി ഉയർന്നു. നേരത്തെ തന്നെ മുന്നണിയിലെ ഒരു വലിയ വിഭാഗത്തിന് രഞ്ജിത്തിനെ മാറ്റണം എന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി അനിവാര്യമെന്ന് ഇടതു മുന്നണിയിൽ വിലയിരുത്തൽ ഉയർന്നിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്നും നിലവിലെ സാഹചര്യത്തിൽ രഞ്ജിത്ത് രാജിവെക്കുന്നതാണ് ഉചിതമെന്ന ഇടതു മുന്നണിയിൽ സജീവ ചർച്ച ഉയർന്നതോടുകൂടിയാണ് മുന്നണിയും അങ്ങനെ ഒരു വിലയിരുത്തലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, നടൻ സിദ്ദീഖിനെതിരെ ഇന്നൊരു യുവനടി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സിദ്ദീഖിനെതിരെ നിയമ നടപടി, ആ പരാതിക്കാരി ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി വന്നാൽ കേസെടുത്ത് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. രേവതി സമ്പത്തായിരുന്നു തന്നെ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സിദ്ദീഖ് ഒരു സിനിമയുടെ പ്രൊജക്ട് ആലോചന എന്ന പേരിൽ വിളിച്ചു വരുത്തി ചില ശ്രമങ്ങൾ നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ സിദ്ദീഖിനെതിരെയും നിയമ നടപടി അത് സർക്കാരിന്റെ ആലോചനയിലുണ്ട്, അല്ലെങ്കിൽ മുന്നണിയുടെ ആലോചനയിലുണ്ട്. അത് ഒരു പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് രഞ്ജിത്തിന്റെ രാജിയും അതേപോലെ തന്നെ സിദ്ദീഖിനെതിരെ നിയമ നടപടിയും, നാളെ അക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. പ്രവിത. ഷഫീദ്, ഈ സിദ്ദിഖിനെതിരായ നടപടി, ഒപ്പം തന്നെ രഞ്ജിത്തിനെതിരായ നടപടി, അതിൽ രഞ്ജിത്തിനോട് ഉടൻ തന്നെ സ്ഥാനം ഒഴിയണമെന്ന് സർക്കാർ ആവശ്യപ്പെടുമെന്നുള്ളതിൽ വ്യക്തത വരുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഈ മുന്നണിക്കുള്ളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വികാരം അത് കണ്ടില്ലെന്ന് അടിക്കാൻ സർക്കാരിന് കഴിയില്ല. നേരത്തെ തന്നെ തലവേദന ഉണ്ടാക്കാതെ, പ്രതിസന്ധി ഉണ്ടാക്കാതെ വിഷയം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നയം, സർക്കാരിന്റെ നിലപാട്. അത് ആ സാഹചര്യത്തിലേക്ക് സർക്കാർ എത്താൻ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആരെങ്കിലും പരാതിയുമായി എത്തിയാൽ നിയമ നടപടി എന്നുള്ളത് സിനിമാ മന്ത്രി സജി ചെറിയാൻ അടക്കം പരസ്യമായി പറഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ തന്നെ ശ്രീലേഖ മിത്ര വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിൽ സർക്കാരിന് ഒളിച്ചോടാൻ കഴിയില്ല
എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇനി സിദ്ദീഖിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഗൗരവമുള്ളൊരു പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് യുവനടി ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല പരാതിയിൽ പലതരത്തിലുള്ള അന്വേഷണ സാധ്യത, രേവതി സമ്പത്തിന്റെ ആരോപണത്തിൽ പലതരത്തിലുള്ള അന്വേഷണ സാധ്യത പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതൊരു പീഡന അനുഭവം എന്ന രീതിയിൽ തന്നെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. അത് വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് ആ ദുരനുഭവം ഉണ്ടായതെന്നും മാത്രവുമല്ല പേരടക്കമുള്ള കാര്യങ്ങൾ അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും നിയമ നടപടി സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് മുന്നിൽ വലിയ സമ്മർദ്ദമായി മാറും. അതുകൂടി മുന്നിൽ കാണുന്നുണ്ട് മുന്നണി. CPM സമാനമായ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ രീതിയിൽ എത്ര ഉന്നതരായാലും പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന രീതിയിലേക്ക് ഇപ്പോൾ മന്ത്രിമാരടക്കം പ്രതികരിക്കുന്നു. ഒപ്പം LDF വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലീസിന്റെ നീക്കം എന്താണ് എന്നതിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. രഞ്ജിത്തിനെതിരായ നടിയുടെ ആരോപണത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകുമെന്നും P. സതീദേവി പറഞ്ഞു. രഞ്ജിത്തിനെതിരെ പരാതികളൊന്നും സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പരാതി ലഭിച്ചാൽ നിയമ നടപടി സ്വീകരിക്കും. നിയമത്തിന് മുകളിൽ ആരെയും പറക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. വളരെ സ്പെസിഫിക്കായി ഒരു വ്യക്തിക്കെതിരായിട്ട് ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് എത്ര ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അയാൾക്കെതിരായിട്ട് നടപടി ഉണ്ടാവണം. അവർ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താം. എത്ര വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള കാര്യമാണെങ്കിലും അന്വേഷണം നടത്താം. ഈ ആരോപണം ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടും. നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമാണ്, സമൂഹമാണ്. നിയമത്തിന് മുകളിൽ ഒരാളും പറക്കില്ല എന്ന് ഈ സർക്കാർ തെളിയിച്ചിട്ടുണ്ട്. അത് സിനിമാ മേഖലയിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും. അതാണ് പറയാനുള്ളത്. നിയമമാണ് പരമപ്രധാനം. നിയമാനുസൃതം സർക്കാർ കാര്യങ്ങൾ ചെയ്യും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് സർക്കാർ സംരക്ഷിക്കുന്ന സംവിധായകൻ രഞ്ജിത്തിനോട് പ്രതിപക്ഷത്തെ നേതാക്കൾക്കും മൃദു സമീപനം. യുവജന വനിതാ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് മുതിർന്ന നേതാക്കൾ അയഞ്ഞ നിലപാട് സ്വീകരിച്ചത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ രഞ്ജിത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ വാക്കുകൾക്ക് മൂർച്ച കുറഞ്ഞു. രാജിവെക്കണമെന്ന ആവശ്യം സഹോദരനും സ്നേഹിതനുമെന്ന നിലയിലുള്ള അഭ്യർത്ഥനയായി മാറി. രഞ്ജിത്ത് സ്ഥാനമൊഴിയുമെന്നാണ് കരുതുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തലയും കടുപ്പിച്ചൊന്നും പറഞ്ഞില്ല. നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദയെന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രം. അദ്ദേഹം ഇപ്പൊ സർക്കാരിന്റെ സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. അത് സത്യമാണോ ശരിയാണോ നമുക്കറിയില്ല. ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അംഗങ്ങൾക്ക് പോലും വ്യക്തതയില്ലാഞ്ഞിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അമ്മ സംഘടനയുടെ നിലപാട് സ്വാഗതാർഹമായിരുന്നു. അതേസമയം പ്രതിപക്ഷ യുവജന വനിതാ സംഘടനകൾ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി DGPക്ക് പരാതി നൽകി. രഞ്ജിത്ത് ഉണ്ടെന്നറിഞ്ഞതിനെ തുടർന്ന് വയനാട്ടിലെ താമസ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. രഞ്ജിത്തിന്റെ കോഴിക്കോട് ചാലപ്പുറത്തെ വീടിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ CPI-CPIM ദേശീയ വനിതാ നേതാക്കൾ രണ്ടു തട്ടൽ. രഞ്ജിത്ത് രാജിവെക്കണമെന്ന് CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ ആവശ്യപ്പെട്ടു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആവർത്തിക്കുകയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്നാണ് ബംഗാളി നടി ശ്രീലേഖ മിശ്രയുടെ വെളിപ്പെടുത്തൽ. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. സർക്കാർ നിലപാട് തള്ളി CPI കേന്ദ്ര കമ്മിറ്റി അംഗം ആനി രാജ രംഗത്തെത്തി. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയണമെന്നും ശ്രീലേഖ മിശ്രയുടെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും ആനി രാജ.
ആ അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടി അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണം. ശ്രീലേഖ മിശ്രയുടെ പരാതി ലഭിച്ചാൽ നടപടിയുണ്ടാകുമെന്ന CPIM PB അംഗം ബൃന്ദ കരാട്ട് പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോൺക്ലേവ് അല്ല, നടപടിയാണ് വേണ്ടതെന്ന് ആനി രാജ പറഞ്ഞപ്പോൾ ബൃന്ദ കരാട്ടിന്റെ പ്രതികരണം ഇങ്ങനെ: This is not a judicial commission. This is a commission which was set up by the state government with a specific mandate. Ordinarily, under the criminal laws of our country, we have to have a complainant to file a case. ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കാൻ LDF-നുള്ളിലും സമ്മർദ്ദം ശക്തമാണ്. വിനീത VG, 24, ഡൽഹി. യെസ്, അപ്പോൾ പല കോണുകളിൽ നിന്നും രഞ്ജിത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്ന് സിനിമാ മേഖലയിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നു. സംവിധായകൻ ഭദ്രനാണ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയത്. നടി പരാതി നൽകിയാൽ സാക്ഷിമൊഴി നൽകുമെന്ന് ശ്രീലേഖ മിത്രയെ സഹായിച്ച ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറഞ്ഞു. ബംഗാളി നടി ശ്രീലേഖ മിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് രാജി ആവശ്യം വ്യാപകമാകുന്നത്. ഏത് മേഖലയിലായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉണ്ടായാൽ നടപടി വേണമെന്ന് നടൻ ഇന്ദ്രൻസ്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാ. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ. രഞ്ജിത്ത് രാജിവെച്ച് ആരോപണത്തിൽ സംശുദ്ധി തെളിയിക്കണമെന്ന് ഭദ്രൻ. ഇപ്പം കേവലം ഒരു സംവിധായകൻ തിരക്കഥാകൃത്ത് മാത്രമല്ല, ഇങ്ങനൊരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒന്ന് താഴെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ആ സ്ഥാനത്തിന്റെ ആ ഒരു പൊസിഷന്റെ ഗൗരവം കൂടെ നമ്മളൊന്ന് മാനിക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് ഒന്ന് താഴെ ഇറങ്ങി നിന്നിട്ട് ഒന്ന് സംശുദ്ധി വരുത്തിയതിന് ശേഷം വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. രഞ്ജിത്തിനെതിരെ കേസെടുത്താൽ മൊഴി നൽകാൻ തയ്യാറാണെന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടോളി. പോലീസിലും കോടതിയിലും അതൊക്കെ മൊഴി എനിക്കറിയാവുന്ന കാര്യം പറയാൻ ഞാൻ തയ്യാറാണ്. രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം മനോജ് ഖാന വ്യക്തമാക്കി. പൊതുപരിപാടിയിൽ മദ്യപിച്ചെത്തി രഞ്ജിത്ത് അടുത്തിരുന്നതിൽ പ്രതിഷേധം നേരത്തെ അറിയിച്ചതാണ് പ്രസാധക MA ഷഹനാസ്. സ്ത്രീകളുടെ കൂടെയാണെന്ന് പറയുന്ന സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയാണെന്ന് KK രമ കുറ്റപ്പെടുത്തി. രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ 24. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ മൃദു സമീപനം സ്വീകരിച്ച അമ്മ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന അംഗങ്ങൾ രംഗത്തെത്തി. സർക്കാരല്ല ആദ്യം നടപടിയെടുക്കേണ്ടത് അമ്മയാണെന്ന് നടി ഉർവശി തുറന്നടിച്ചു. ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം അൻസിബയും പരസ്യ നിലപാടുമായി രംഗത്തു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് 5 ദിവസത്തിനു ശേഷം അമ്മ നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനത്തിനോടുള്ള എതിർപ്പുമായി അമ്മയിലെ മുതിർന്ന അംഗമായ ഉർവശി തന്നെ രംഗത്തെത്തി. ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഒഴുക്കൻ രൂപത്തിലുള്ള മറുപടി ശരിയായില്ലെന്ന് ഉർവശി തുറന്നടിച്ചു. ഒരു സ്ത്രീ തന്നെ നാണവും ലജ്ജയും കാര്യങ്ങളും എല്ലാം മറച്ച് വിഷമവും മറന്ന് ഒരു കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം. ഇനി അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം. ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടണം. നടിമാർക്കുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തൽ നിസ്സാരവൽക്കരിച്ച സിദ്ദിഖിന് മറുപടിയെന്നോണം അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായ അൻസിബിയും രംഗത്തു വന്നു. ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. കാരണം കുറേ പേര് ഇപ്പോൾ ഇത്രയും സ്ത്രീകളാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ഇത്രയും സ്ത്രീകളുടെ ഒരു അവർ അനുഭവിച്ചിട്ടുള്ള ഒരു വേദനകളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അവർക്ക് എന്താണ് സഹായം ചെയ്യേണ്ടത്, ആ സഹായം ചെയ്യണം. വേട്ടക്കാരെ ഉടനെ പിടികൂടണം. അച്ഛന്റെ ദുരനുഭവം തുറന്നു പറഞ്ഞ നടൻ തിലകന്റെ മകളും സിദ്ദിഖിന് മറുപടിയുമായി എത്തി. തന്നെ സിദ്ദിഖ് അഭിനന്ദിച്ചതുപോലെ എന്നെങ്കിലും തനിക്ക് സിദ്ദിഖിനെ അഭിനന്ദിക്കാൻ പറ്റുമോ എന്നായിരുന്നു സോണിയ തിലകന്റെ ചോദ്യം. ജനറൽ സെക്രട്ടറി എന്നെ അഭിനന്ദിക്കുന്ന കണ്ടു. അപ്പോൾ ഇതുപോലെ ഞാൻ ഉൾപ്പെട്ട ജനങ്ങൾക്ക് എന്നാണ് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാൻ സാധിക്കുക, സ്വന്തം സഹപ്രവർത്തകർക്ക് ഒരു നീതി നേടിക്കൊടുത്തുകൊണ്ട് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അഴകുഴമ്പൻ നിലപാടിനെ അമ്മയിലെ വനിതാ അംഗങ്ങൾ തന്നെ തുറന്നെതിർക്കുന്നത് WCC അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുടെ കൂടി വിജയമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് 24.
ഇന്ന് വന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, അത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെയാണ്. അതീവ ഗുരുതര ആരോപണവുമായാണ് യുവനടി രേവതി സമ്പത്ത് രംഗത്തെത്തിയത്. തന്നെ ഹീനമായി സിദ്ദിഖ് ഉപദ്രവിച്ചു, പരാതിപ്പെട്ടപ്പോൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി. പീഡനം പുറത്തു പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് 24 എൻകൗണ്ടർ പ്രൈമിൽ നടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തുകയായിരുന്നു. പല ആക്ഷൻസും ഇയാൾ ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത്, എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത്, ഹീസ് ആൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ? അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത്, നീ ഇത് പുറത്ത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല, നീ പോയി പറ, നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിഖിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ, നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അയാൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു, എനിക്ക് ആ സമയം പറ്റുന്ന ടു സെൻസിറ്റീവ് ടൈം, ആൻഡ് ആ സമയത്ത് പറ്റുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ മാക്സിമം സ്ട്രെങ്ത് ഫിസിക്കലി എടുത്ത് അയാളെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു. 1 മണിക്കൂർ ഞാൻ അതിനകത്തായിരുന്നു. പുറത്തിറങ്ങി പോയ സമയത്താണ് ഇദ്ദേഹം, ഞാൻ അയാളടുത്ത് പറഞ്ഞു ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ഞാനിത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ആക്റ്റായിരുന്നു. ലൈക്ക് ഹിസ് സോ എന്താ പറയുക, യു ഗോ ആൻഡ് സേ ടു എനി വൺ ഇൻ ദിസ് വേൾഡ്, നോ ബഡി വിൽ ബിലീവ് യു. ആര് വിശ്വസിക്കാൻ നിന്നെയൊക്കെ? നീയൊക്കെ നീക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? നീ ആരോടോ പോയി പറയ്, എനിക്കിവിടെ എത്രയോ ആൾക്കാർ ഇവിടെ എന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രതികരണം കൂടി ഇന്ന് വന്നു. ഒരു ആരോപണം തന്നെയാണ്. ഒരു സൂപ്പർ സ്റ്റാർ തന്നോട് മോശമായി പെരുമാറിയെന്ന നടി സോണിയ മൽഹാർ 24 പറഞ്ഞു. തൊടുപുഴ ലൊക്കേഷനിൽ വെച്ച് തനിക്ക് നേരെ അതിക്രമം ഉണ്ടായെന്നായിരുന്നു പറഞ്ഞത്. ദുരനുഭവം ഭർത്താവിനോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നതായും സോണിയ മൽഹാർ പറഞ്ഞു. അന്തരിച്ച ഒരു നടൻ മോശമായി പെരുമാറിയ കാര്യവും സോണിയ വിശദീകരിച്ചു. ടോയ്ലറ്റിലേക്ക് പോവുകയാണ്, പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഒരാൾ ഹോൾഡ് ചെയ്യുക, ഭയന്ന് പോയി. ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പേടിച്ചു പോയപ്പോൾ നോക്കുമ്പം നമ്മളെ തലയ്ക്ക് മീതെ ഞാൻ ഇങ്ങനെ നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാറാണ്, ഒരു വലിയ നടനാണ്. അയാൾക്ക് ഫാമിലി ഉണ്ട്, അയാൾ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ആളാണ്. ഇപ്പോൾ സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻവോൾവ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് ആ വിഷയം ഞാൻ വിട്ടതാണെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ അത് വീണ്ടും ഓർമ്മ വരികയാണ്. ഇതാണ് ഫസ്റ്റ് ഞാൻ പേടിച്ചു പോയൊരു അനുഭവം. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഈ സിനിമാ മേഖലയും ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പുതിയ ആരോപണങ്ങളും പ്രതികരണങ്ങളും. അത് അടുത്ത ദിവസങ്ങളിലും കൂടുതൽ ആൾക്കാർ രംഗത്തെത്തും അത്തരം പ്രതികരണങ്ങളുമായി എന്നാണ് നമ്മൾ കിട്ടുന്ന പ്രതീക്ഷകൾ, സൂചനകൾ അല്ലേ? നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്ന നിരവധി പ്രേക്ഷകരുടെ കമന്റ്സ് ഞങ്ങൾ കാണുന്നുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിന് മുൻപ് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി പുതുതായിട്ട് വന്ന പ്രേക്ഷകരോട് കൂടി പറയുകയാണ്, നമ്മൾ ഈ 24ന്റെ ഒരു ഭാഗമാകാൻ പ്രേക്ഷകർക്കും അവസരം തരുന്നുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ആ QR കോഡ് അതൊന്ന് സ്കാൻ ചെയ്യാൻ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അതിലൊരു ലിങ്ക് വരും. ആ ലിങ്ക് നേരെ സൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ സൂം അതുമായിട്ട് കണക്ട് ആവും. അപ്പോൾ നല്ല വെട്ടമുള്ള റേഞ്ച് ഉള്ളൊരു സ്ഥലത്ത് TV മ്യൂട്ട് ചെയ്തിട്ട് വേണം നിങ്ങളിത് സ്കാൻ ചെയ്യാനും അപ്പം നമ്മളെ വിളിക്കാനും. അപ്പോൾ നിങ്ങളുടെ ആ ദൃശ്യം അല്ലെ നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും, നമുക്ക് സംസാരിക്കാം. പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങുക. അപ്പോൾ വി ആർ വെയിറ്റിംഗ് ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കാണാം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കൈമരം മേഖലകളിൽ 40ഓളം പേരെ തെരുവുനായ ആക്രമിച്ചു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയം. മണക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വെച്ചായിരുന്നു. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ പട്ടി ബാക്കിൽ കൂടെ ഒന്ന് കടിച്ച് 2 കാലിലും കടി പറ്റി. അല്ല, ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിക്കായിരുന്നു, പാപ്പനം കൂടെ വെച്ചിട്ടായിരുന്നു കടിച്ചത്. അപ്പം എൻ്റെ ബാഗിലും എൻ്റെ ഡ്രസ്സിലൊക്കെ കയറി പിടിച്ചായിരുന്നു. പിന്നെ കാലില് ഒരഞ്ഞായിരുന്നു പട്ടിയുടെ നഖം കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. സംഭവം വെച്ചാല് റോഡ് കടക്കാൻ വേണ്ടി ഇക്കലേനു ഒരു പട്ടി വന്നിട്ട് ബാക്കിൽ നിന്ന് കാലിൻ്റെ അടി തിരിഞ്ഞ് വെച്ചിട്ട് ബാക്ക് അടിച്ചിട്ട് ഓടി ഇവിടെ അതിനായിട്ട് റോഡില്ലേ, അവിടെ നിന്നാണ് സംഭവം. അഖിൽ ഷാ അൻസാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്താണ് 40ഓളം ആൾക്കാരെയാണ് ഒരു തെരുവുനായ കടിച്ചിരിക്കുന്നത്? ഇത് തടയാൻ പറ്റിയില്ലേ? അപ്പോൾ വാർത്തകൾ അറിയാൻ അല്ലെങ്കിൽ സംഭവം അറിയാൻ മറ്റുള്ളവർ അറിയാൻ വൈകിയോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെ? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു അന്വേഷണം അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ 40 പേരെ ഈ തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത്. ഈ പാപ്പനംകോട്, അതുപോലെ തന്നെ കൈമനം, കാരിക്കാമണ്ഡകം,
കിള്ളിപ്പാലം, തമ്പാനൂർ, ആയുർവേദ കോളേജ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എല്ലാവരെയും ആക്രമിച്ചത് ഒരു തെരുവുനായ തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. ഈ കടിയേറ്റവരിൽ പലരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളരെ കുറച്ചുപേരുടെ ആർക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാര്യമായ പരിക്കുകളുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നിസ്സാര പരിക്കോടുകൂടി തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവരുടെ വാക്സിനേഷൻ ആയി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നിലവിൽ അവർ 2 വിഭാഗങ്ങളായി ഈ തെരുവുനായ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ അക്രമകാരിയായ തെരുവുനായെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പ്രജിൻ. ശരി, അഖിൽ ഷാൻസറാണ് വിശദാംശങ്ങൾ നൽകിയത്. 40 പേരെയാണ് ഒരു തെരുവുനായ ഈ രീതിയിൽ ആക്രമിച്ചത്. ഇനി നമുക്ക് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട തുടർവാർത്ത എന്താണെന്ന് നോക്കാം. 900 കോടി രൂപയുടെ ആദ്യഘട്ട സഹായം കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനവും നൽകിയിട്ടുണ്ട്. ടൗൺഷിപ്പിനുള്ള ധനസഹായം 2ാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്ക് താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട്ടിലെ സ്കൂളുകൾ പ്രവേശനോത്സവത്തോടെ തുറക്കാൻ പോവുകയാണ്. ഒട്ടനേകം മനുഷ്യരുടെ ജീവനും ജീവിതവും തൂത്തെറിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ 1800 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കേന്ദ്രത്തിന് നൽകിയ ആദ്യ മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. 900 കോടിയുടെ സഹായം ആദ്യഘട്ടത്തിൽ നൽകണം. ടൗൺഷിപ്പിനുള്ള ധനസഹായം 2ാം ഘട്ടത്തിൽ ആവശ്യപ്പെടും. സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി. കാരണം കേന്ദ്ര ഗവൺമെന്റ് രക്ഷാപ്രവർത്തനത്തിന് പട്ടാളത്തെ തന്നു, പൈസ കൊടുക്കാൻ പറയും. ചിലപ്പോൾ നാളെ ബെയിലി പാലം ഉണ്ടാക്കി ബില്ലിങ് അടിച്ചു തന്നാൽ എന്ത് ചെയ്യും? അടിച്ച് തന്നിട്ടുണ്ടല്ലോ. ഇനി സംഭവിച്ചുകൂടായില്ല. ഈ ദുരന്തത്തിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചുകൊണ്ട് കാര്യമില്ല. പുനരധിവാസ ആവശ്യങ്ങൾ പഠിക്കാൻ 53 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ചു. 26 ദിവസങ്ങൾക്ക് ശേഷം ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്ന് അവസാനിപ്പിച്ചു. സ്വമേധയാ കണ്ടെത്തിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും സർക്കാരിന്റെ വാടക കെട്ടിടത്തിലേക്കുമായി താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി. സെപ്റ്റംബർ 2-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്കൂളുകളിൽ പ്രവേശനോത്സവം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഞാനും നമ്മുടെ മന്ത്രിസമിതി അംഗങ്ങളും MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ ഒരു പ്രവേശനോത്സവം സെപ്റ്റംബർ 2-ന് നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. ദുരന്ത മേഖലയിൽ നാളെ വീണ്ടും തിരച്ചിൽ നടക്കും. ദുരന്തബാധിതരുടെ ആവശ്യപ്രകാരമാണ് ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗത്ത് സേനകൾ ഉൾപ്പെട്ട 14 അംഗ ടീം തിരച്ചിൽ നടത്തുക. ടീം 24 വയനാട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വയനാട് അങ്ങനെ ആ മേഖല, മേപ്പാടി മേഖല എങ്ങനെ പതിയെ ജീവതാളം കണ്ടെത്തുകയാണ്. എല്ലാം മറക്കാനുള്ള സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എളുപ്പമല്ല എങ്കിൽ കൂടി പതിയെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കണ്ടു തുടങ്ങേണ്ട സമയം കൂടിയാണ്. നമുക്ക് പ്രേക്ഷകരുടെ കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് പിണങ്ങിയിരിക്കുന്നുണ്ട് കമൻസ് വായിക്കാത്തത് കൊണ്ട്. മിനി ബാബു പറയുന്നുണ്ട്, ഇങ്ങനെ നേരത്തെ കാണിച്ച വാർത്ത തന്നെ കാണിക്കുകയാണെങ്കിൽ പോകും എന്ന് പറയുന്നു. നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. ഷഫീർ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഡേറ്റ കളയണ്ട, എല്ലാവരും വാ, നമുക്ക് കൂട്ടമായി ബഹിഷ്കരിക്കാന്ന്. ഷഫീർ അങ്ങനെയൊന്നും പറയുന്നു. ഈ പ്രാപ്ര പ്രോഗ്രാം നമ്മളെ കുറിച്ചാണ്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു, ഇനി അതുപോലെ എപ്പോഴാണ് ആവുക? അതുപോലെയൊക്കെയാണല്ലോ നമ്മൾ ഒരുപാട് വാർത്തകൾ വരുന്ന ദിവസം സ്വാഭാവികമായിട്ടും ആ വാർത്തകളെല്ലാം നമ്മൾ ആദ്യം നൽകും. അതിനിടയിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക, മിക്സ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കമൻസ് ഉണ്ടായിരുന്നു നമ്മളുടെ പാട്ട്, ആ പാട്ടിനോടുള്ള ഇഷ്ടം, നമ്മുടെ പാട്ടല്ല, നമ്മൾ പാടിയ പാട്ടിനോടുള്ള ഇഷ്ടം പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ധന്യ പറയുന്നു, പ്രജൻ പ്രവിത പാടിയ പാട്ട് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഒരുപാട് കമന്റുകൾ ഈ പറയുന്ന സിനിമാ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് കമന്റുകളുണ്ട്. അപ്പോൾ അതിൽ പല കമന്റുകളും നമുക്ക് വായിക്കാൻ പറ്റുന്നതല്ല, എങ്കിലും ഒരുപാട് ആൾക്കാർ അവരുടെ അമർഷം രേഖപ്പെടുന്നുണ്ട് പല രീതിയിൽ. അതെ, വായിക്കാൻ പറ്റാത്ത കമന്റുകൾ ഉള്ളതുകൂടി കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും മെസ്സേജുകൾ നോക്കാത്തത്. കാരണം നമുക്കത് ചിലപ്പോൾ നമ്മൾ നല്ല മെസ്സേജാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ പോലും പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട ഈ വാർത്തയിലാണ്. ഉദാഹരണത്തിന് ഇതാ എൻ വിജയഗോപാൽ, മലയാള സിനിമ ഇനി ഓർമ്മയിൽ മാത്രം, ആദരാഞ്ജലി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയുന്നതല്ല. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. ആ രീതിയിൽ എന്താണ് പറയുക, മലയാള സിനിമ ഉണ്ടാക്കിയ അടയാളപ്പെടുത്തലുകൾ അതും എന്താണ് പറയുക, ലോക സിനിമയിലൊക്കെ തന്നെ പേരെടുത്ത ഒരുപാട് ചലച്ചിത്രകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അതൊക്കെ ഒരു ഭാഗത്തുണ്ട്, അവരുടെ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മറ്റൊരു വിവാദമാണ്.
അത് ആ രീതിയിൽ പോകുന്നുണ്ട്. ഒരു മാത്രമല്ല ഈ രീതിയിലും സിനിമാ ഫീൽഡിലുള്ള എല്ലാവരെയും അടച്ചാക്ഷേപിക്കരുതെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ സിനിമയിൽ അഭിനയിക്കുകയും മറ്റ് സിനിമാ മേഖലയിലെ മറ്റ് മേഖലകൾ, അപ്പോൾ അതായത് ഈ ടെക്നിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും അങ്ങനെ ഒരു അടച്ചാക്ഷേപിക്കരുത്. വലിയ തൊഴിൽ മേഖലയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഒരുപാട് പേര് തൊഴിലെടുക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആ മേഖലയെ അങ്ങനെ പൂർണ്ണമായും ആ രീതിയിൽ എന്താണ് പറയുക കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ വിവാദങ്ങളെല്ലാം അതിൽ പറയുന്ന ആരോപണങ്ങളും എല്ലാമാണ്. അത് അന്വേഷിക്കണം. അതിൽ കുറ്റക്കാരുള്ളവർ എന്താണ് പറയുക ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. ഈ അപ്പം എനിക്ക് നമ്മൾ കമന്റ്സ് വായിക്കാത്തതുകൊണ്ട് ഷഫീർ പറയുന്നു, ഈ ആരാണ് ഈ പരിപാടിയുടെ ഷോ ഡയറക്ടർ, കമന്റ് പോലും കാണുന്നില്ലേ എന്ന് ചോദിക്കാൻ. കമന്റ് നമ്മൾ തന്നെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഒരുപാട് കമന്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വരട്ടെ. എല്ലാം ശരി. വയനാട് മറക്കരുത്. വയനാട് ആരും മറന്നിട്ടില്ല. നമ്മൾ ആരും മറക്കില്ലല്ലോ. നമുക്ക് ആർക്കും മറക്കാൻ പറ്റുമോ വയനാടിനെ? ഇല്ല. അതെ, ഹോം ഡെക്കർ പറയുന്നു കോട്ടിട്ടാ മതി എന്ന് പ്രജിൻ കേട്ടോ. ടീഷർട്ട് ബോറാണ്, കോട്ടാണ് നല്ലത് അല്ലേ? കോട്ടാണെന്ന് പരിഗണിക്കാം. യെസ്. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിലേക്ക് പോയാലോ ഇനി? ഇനിയിപ്പോൾ എല്ലാവരും ഏറെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇപ്പം ഞാൻ കുറച്ച് മുൻപ് കമന്റ് ബോക്സിൽ ഒരു കമന്റ് കണ്ടിരുന്നു. ഒരു കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് കാണാതായി കണ്ടെത്തി കൊണ്ടുവന്നിട്ട് ഇതുവരെ വീട്ടിലേക്ക് ആ കുട്ടിയെ എത്തിക്കാനായിട്ടില്ല, എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം തരുന്ന ഒരു റിപ്പോർട്ടാണ് അടുത്തത്. വിശാഖപട്ടണത്തും കണ്ടെത്തിയ 13-കാരിയെ ഏറ്റെടുത്തിരിക്കുന്നു കേരള പോലീസ്. കുട്ടിയെ നാളെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. കുട്ടിയെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. തുടർന്നായിരിക്കും കുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു രാവിലെ 11 മണിയോടെ CWC പെൺകുട്ടിയെ കേരള പോലീസിന് കൈമാറി. വിജയവാഡയിൽ നിന്ന് ട്രെയിൻ മാർഗം പുറപ്പെടുന്ന സംഘം നാളെ തിരുവനന്തപുരത്തെത്തും. കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. കുട്ടിയെ വീട്ടിലേക്ക് അയക്കുന്നതിൽ കോടതി നിർദ്ദേശമനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക. ട്രിവാൻഡ്രത്ത് എത്തിച്ച ശേഷം മറ്റ് സ്റ്റേറ്റ്മെൻറ്റും കാര്യം എടുത്തിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മിക്കവാറും JJ ബോർഡ് ആവാനാണ് സാധ്യത. കോടതിയുടെ അനുമതി നോക്കിയിട്ട് കോടതിയോടെ ഹാജരാക്കാൻ പറഞ്ഞ് അവിടെ ഹാജരാക്കും. പെൺകുട്ടിയെ സുരക്ഷിതമായി കേരളത്തിലേക്ക് അയക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മലയാളി കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. ഒരു നിയോഗത്തിൽ കൂടെ വന്ന് അതിൻ്റെ പൂർണ്ണ തൃപ്തി ആയി എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിർത്താനാണ് എനിക്കിഷ്ടം. കാരണം ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിറങ്ങിയതല്ല. വന്നു ഭവിച്ചു. ഞങ്ങളെ കണ്ടാകുന്ന ഞങ്ങൾ ശ്രമം നടത്തി. ആ കൂട്ടായ്മയുടെ ഒരു ഫലം കണ്ടു. അതിനുള്ള പൂർണ്ണ തൃപ്തി. മാതാപിതാക്കൾ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന കാര്യമുൾപ്പെടെ പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പെൺകുട്ടിയുടെ മൊഴി അന്വേഷണത്തിൽ ഇനി നിർണായകമാകും. 24 വിശാഖപട്ടണം. യെസ്, മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഒരു പോസിറ്റീവ് വാർത്തയാണ് അല്ലേ? പോസിറ്റീവ് എന്ന് പറയാം. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം ഇഷ്ടപ്പെടുന്ന, അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർക്കാർക്കൊക്കെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. തൃശ്ശൂർ പൂരം പോലെ കൈ പൊള്ളാതിരിക്കാൻ, അതായത് മുൻപ് തൃശ്ശൂർ പൂരത്തിൽ സംഭവിച്ചത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ അതിൽ സർക്കാരിനൊന്ന് കൈ പൊള്ളിയിരുന്നു. അതുപോലെ ആകാതിരിക്കാൻ പുലിക്കളി വിവാദത്തിൽ കരുതലോടെ നീങ്ങുകയാണ് ഇപ്പോൾ സർക്കാർ. പുലികളി ആഘോഷം വേണ്ടെന്ന് വെച്ചത് BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ആയുധമാക്കിയതോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിച്ചേരുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന കോർപ്പറേഷൻ യോഗത്തിൽ BJPയുടെ കൗൺസിലർമാർ പുലിയുടെ മുഖം മൂടി അണിഞ്ഞെത്തിയത് വിവാദം ആവുകയും ചെയ്തു. BJP വൈകാരികമായി ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ തെളിവ് കൂടിയാണ് എന്ന രീതിയിൽ അത് രാഷ്ട്രീയ വിഷയമായി മാറുന്നു. എന്തായാലും ഈ പുലികളിയുടെ എന്താണ് പറയുക ആസ്വാദകർ അവർക്ക് എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. ഇത്തവണ പുലികളി ഉണ്ട് എന്ന കാര്യത്തിൽ. അത് എങ്ങനെ നടക്കുന്നു, എങ്ങനെ വർണ്ണാഭമാകുന്നു, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുലിക്കളി മാറ്റിവെക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. എന്നാൽ തൃശൂരിന്റെ വികാരമായ ആഘോഷത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP നീക്കം തുടങ്ങിയതോടെ കോർപ്പറേഷനും സർക്കാരും വെട്ടിലായി. കുമ്മാട്ടി മാറ്റിവെച്ചത് ആചാരത്തിനെതിരാണെന്ന പ്രചാരണം ശക്തമാക്കിയായിരുന്നു ഈ നീക്കത്തിന്റെ തുടക്കം. കുമ്മാട്ടി സംഘങ്ങളെ രണ്ടായി വിഭജിച്ച് BJP അനുകൂല വിഭാഗത്തെ രംഗത്തിറക്കി. അവരെക്കൊണ്ട് കുമ്മാട്ടി നടത്തുമെന്ന് പരസ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. BJPയോട് മൃദുസ്വഭാവം പുലർത്തുന്നു എന്ന ആക്ഷേപം നേരിടുന്ന മേയർ വിഷയം സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടി. ഒരു വിവാദങ്ങൾക്കും വഴിവെക്കാതെ പുലിക്കളി നടത്താൻ അനുമതി നൽകിയ MB രാജേഷ് ആകട്ടെ മുൻവർഷത്തെ ധനസഹായം നൽകണമെന്നും കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. ഇതോടെ സർക്കാർ പുലിക്കളിക്കും കുമ്മാട്ടിക്കും ഒപ്പമെന്ന പൊതുവിശ്വാസം നേടിയെടുക്കാനും കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് കോർപ്പറേഷൻ പുലിക്കളി നടത്താനുള്ള തീരുമാനത്തിലെത്തിയത്. സർക്കാരിൽ നിന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് മന്ത്രി നേരിട്ട് ഈ നിർദ്ദേശം നൽകിയിട്ട് ഇത്ര ദിവസമായി. ഇന്ന് വൈകുന്നേരം ഇതിനൊരു തീരുമാനം ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ ഒരു വികാരമാണ് പുലിക്കളിയും കുമ്മാട്ടിയൊക്കെ. അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന്
പുലിക്കളി സംഘങ്ങളുടെ യോഗം ചേർന്ന് സംഘാടനം സംബന്ധിച്ച് ചർച്ച ചെയ്തു. 24 തൃശൂർ. യെസ്, അപ്പോൾ ഒരുപാട് കമൻറ്റുകളുണ്ട്, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ വായിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്കും ഈ സ്ക്രീനിൻ്റെ ഭാഗമാകാം, ഈ ഷോയുടെ ഭാഗമാകാം. ഒരു QR കോഡ് നേരത്തെ പറഞ്ഞതാണ്, അത് ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നു. ഈ QR കോഡാണ് സ്കാൻ ചെയ്യേണ്ടത്. പെട്ടെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സൂം ലിങ്ക് വഴി, സൂം പ്ലാറ്റ്ഫോം വഴി വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും 10:30 മുതൽ 11:30 വരെ ഈ ഷോ ഉള്ള സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, അത് ഫേസ്ബുക്ക് ആണെങ്കിലും ഒപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും, അവിടെ ഈ QR കോഡ് എപ്പോഴും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഏത് സമയത്തും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് വിളിച്ചു തുടങ്ങാം. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്കൊക്കെ പോകണം. അതിനു മുമ്പ് ഒരു റിപ്പോർട്ടിലേക്ക്. ABC മലയാളം ന്യൂസ് യൂട്യൂബ് ചാനലിനെതിരെ നിയമ നടപടിയുമായി KSEB വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നാരോപിച്ച് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. KSEB എന്ന കൊള്ളസംഘം നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന ശീർഷകത്തിൽ ജൂലൈ 12-ന് പുറത്തുവിട്ട വീഡിയോയ്ക്കെതിരെയാണ് പരാതി. വീഡിയോ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് KSEBയുടെ ആവശ്യം. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് B ശക്തിധരൻ നായർ വഴിയാണ് ഈ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വ്യാജ വാർത്തകളൊക്കെ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഇതിന് നിയമ വഴിയുമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വാർത്തകൾ നൽകുക. പണി വരും. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതാണ്, കോളേഴ്സിനോട് വിളിക്കാൻ പറഞ്ഞാണ് പ്രേക്ഷകരോട്. അപ്പോൾ പ്രേക്ഷക എത്തിയിട്ടുണ്ട്. ഒരു പ്രേക്ഷക എറണാകുളത്ത് നിന്നാണ്, ശോഭ. ഹായ്, ഹലോ, നമസ്കാരം. ഹലോ ശോഭ ചേച്ചി, എന്തുണ്ട് വിശേഷം? ഹലോ, സുഖം, നന്നായിരിക്കുന്നു. എറണാകുളത്ത് എവിടെയാ ചേച്ചി? എറണാകുളത്ത് ഇരുമ്പനം. കുറച്ച് അടുത്താണ് നമ്മുടെ അല്ലേ? ഞാൻ താമസിക്കുന്നതിന്റെ അടുത്താണ്. ചേച്ചി വിശേഷങ്ങളൊക്കെ പറയൂ. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു, നല്ല വിശേഷം. സ്ഥിരം കാണാറുണ്ട്. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? 11 വരെ കണ്ടിട്ട് പോയി കിടന്ന് ഉറങ്ങാറുള്ളൂ. കേട്ട് ഒരുപാട് സന്തോഷം. എന്താ ചെയ്യുന്നത്? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, 2 മക്കള്. കുട്ടികൾ ഏത് പ്രായമായി? മൂത്തയാള് 4th സ്റ്റാൻഡേർഡില്, ഇളയത് UKG. അവർ ഉറങ്ങില്ലെന്ന് തോന്നുന്നല്ലേ? ഇവിടെ ബഹളം കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഉണ്ട്, എന്റെ അടുത്തുണ്ട്. ഓക്കെ. അപ്പോൾ ചേച്ചി എല്ലാ പ്രോഗ്രാംസും കാണാറുണ്ടോ? നമ്മുടെ ഷോസ് ഒക്കെ കാണാറുണ്ടോ? എല്ലാ ബുള്ളറ്റിനും കാണാറുണ്ടോ? 24 ന്യൂസ് എല്ലാ ടൈമും കാണാറുണ്ട്. വേറെ ഒന്നും കാണാം. പിന്തുണ എപ്പോഴും ഉണ്ടാവണം ചേച്ചി. നിങ്ങളാണ് നമ്മുടെ ശക്തി. ആളെത്തിയല്ലോ. ഹലോ, 4ാം ക്ലാസ്സുകാരനല്ലേ? എന്താ മോന്റെ പേരെന്താ? ഗഗൻ. അടിപൊളിക്കാരാണല്ലോ. ഓക്കെ ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചതിൽ. ഇനിയും തുടർന്ന് നമ്മുടെ പരിപാടി കാണണം. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം. താങ്ക് യു സോ മച്ച്. ശോഭ ചേച്ചിയാണ് ഇരുമ്പനത്ത് നിന്ന് വിളിച്ചത്. യെസ്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ട് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു വാർത്തയിലേക്ക് പോയാലോ? അതെ, ഈ വാർത്ത എന്തായാലും പ്രേക്ഷകർ അറിയേണ്ട ഒരു വാർത്ത കൂടിയാണ്. ഒരുപാട് പ്രേക്ഷകർ അറിയാവുന്ന കാര്യം കൂടിയാണ്, അറിയാവുന്ന ആളെ കുറിച്ചാണ്. അർബുദം നൽകിയ വേദന എഴുത്തിലൂടെ മറികടന്ന ഒരു എഴുത്തുകാരിയുണ്ട് കോഴിക്കോട് മണാശ്ശേരിയിൽ. 70-കാരിയായ ആമിനുമ എഴുതി തീർന്നപ്പോൾ അത് ഒരു നാടിന്റെ ചരിത്രമായി മാറുകയായിരുന്നു. സ്വന്തം അനുഭവങ്ങൾ കോർത്തിണക്കി എഴുതിയ പുസ്തകത്തിന് കോന്തല കിസ്സകൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഡോക്ടർ റിസൾട്ട് കണ്ടപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കണേ, മോൻ്റെ മുഖത്തേക്ക് നോക്കണേ, മാറി മാറി നോക്കുന്നത്. ഡോക്ടർ എന്തോ പെട്ടെന്ന് ഇടിപെട്ടിയ മാതിരി ഡോക്ടർക്ക് ഒരു ഞെട്ടൽ. എന്നാൽ പറഞ്ഞ് ഉമ്മക്ക് കിഡ്നിമാരി ട്യൂമറാണ്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണം. ഓർക്കാപ്പുറത്താണ് അർബുദം കടന്നു വന്നത്. ആമിനുമ്മയുടെ ജീവിതത്തിലെത്തിയ ക്ഷണിക്കാത്ത അതിഥി. വീട്ടിൽ വന്നാരെ പിന്നെ ഭയങ്കര അസ്വസ്ഥയും ക്ഷീണവും, ഉറക്കം വരില്ല, രാത്രി തീരെ ഉറക്കം വരില്ല. ഉറക്കം വരാത്തപ്പം എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഉറങ്ങാഞ്ഞാൽ പിന്നെ ഇവരാരും ഉറങ്ങൂല, അതും എനിക്കൊരു ടെൻഷൻ. അപ്പം ഞാൻ ഉറങ്ങുന്ന മാതിരി ഞാൻ കിടക്കും, അപ്പോൾ ഇവരെല്ലാവരും കിടന്നുറങ്ങും. എഴുത്തു വേദനയ്ക്ക് മറുമരുന്നെന്ന്
എപ്പോഴോ തോന്നി ഇരുട്ട് വെളിച്ചത്തിന് വഴിമാറി. നാട്ടിൻപുറത്തുകാരിയുടെ അനുഭവങ്ങൾക്ക് അങ്ങനെ ഡയറിത്താളുകളിൽ ജീവൻ വച്ചു. എൻ്റെ ഭർത്താവ് ഉറങ്ങിയെന്ന് കണ്ടാൽ ഞാൻ പതുക്കെ എണീച്ച് പോന്ന് ഇവിടെ മേശമേലിരുന്നിട്ട് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയതാ ഞാൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കട്ടെ. അന്നപ്പോൾ എൻ്റെ ഈ വേദനയുടെ ശ്രദ്ധ അങ്ങോട്ട് മാറുമ്പോൾ എനിക്ക് കുറേ അതിലേക്കാവും ശ്രദ്ധ, എൻ്റെ എഴുത്തിലേക്ക്. അന്ന് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ചെറിയ ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളത്. സ്കൂൾ ഉച്ചയ്ക്ക് വിട്ടാൽ ഉപ്പുമാവും പാലും കുടിച്ചിട്ട് ഞങ്ങൾ കൂട്ടത്തോടെ പുഴയിലേക്ക് പോകും. ഒരു ഉച്ചക്കുളി. വേനൽക്കാലത്ത് പുഴയിൽ വെള്ളം കുറവായിരിക്കും. മകനാണ് പുസ്തകമാക്കാൻ പറഞ്ഞത്. ഇതുവരെ 1000 കോപ്പികൾ വിറ്റഴിഞ്ഞു. ആമിനുമ്മയുടെ നാട് എല്ലാവരുടേതുമായി. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് എന്ന ഗ്രാമം സ്വന്തം നാടിനെ ഓർക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. ഇപ്പോൾ കൊന്തല്ല കിസ്സുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷം കൂടുതലാണ്. കാരണം ആമിനുമ്മ എൻ്റെ എന്താണ് പറയുക, കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന മിൻഷനയുടെ മദറിനിലോ ആണ്. അപ്പം അങ്ങനെ സന്തോഷം എനിക്കുണ്ട്. യെസ്, ഒരു വാർത്ത ഇപ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് ആ വാർത്ത കൂടി ഒന്ന് പ്രേക്ഷകരെ അറിയിക്കാം. അത് PR ശ്രീജേഷ് നൽകുന്ന സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ്. ആ സ്വീകരണം വൈകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓഗസ്റ്റ് 26 നടത്താൻ നിശ്ചയിച്ചിരുന്ന സ്വീകരണ പരിപാടി അത് മാറ്റിവെച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയാണ് റദ്ദാക്കിയത്. കായിക വകുപ്പാണ് ആദ്യം സ്വീകരണം നൽകേണ്ടത് എന്ന പരാതി കായിക മന്ത്രി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ഇതോടെയാണ് ആ സ്വീകരണ പരിപാടി, അതായത് വിദ്യാഭ്യാസ വകുപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്ന പരിപാടി മാറ്റിയത്. PR ശ്രീജേഷ് പരിപാടിക്കായി തലസ്ഥാനത്ത് എത്തിയിരുന്നു. അപ്പോൾ ആണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാണ്. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം ഇന്ന് വായിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസങ്ങൾ നിങ്ങളുടെ കമന്റുകളൊക്കെ വായിക്കുന്നതായിരിക്കും അല്ലേ? അതിനെതിരെ ഒരു പ്രേക്ഷക പോവാണ്, പ്രജൻ ഒരു പാട്ട് പാടിയില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രേക്ഷകയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അവസാനത്തെ പാട്ട് മാറ്റി വെച്ച് പ്രജൻ ആ പാട്ട് പാടും. 2 ലൈൻ പാടാം, സമയം പോകുന്നുണ്ട്. പോകാതെ കരിയിലക്കാറ്റേ എങ്ങും പോകാതെ ഇളവയിൽ തുമ്പി പോകാതെ നമ്പലക്കിളിയേ ദൂരെ പോകാതെ ആലിലക്കുരുവി. അതെ, അങ്ങനെ പ്രേക്ഷകർ ഒരുപാട് പേര് നമ്മുടെ കമന്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ഇന്നും വന്നു. അപ്പോൾ നാളെയും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ വാർത്തകൾ കൂടുതലാണ്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരുപാട് വാർത്തകളുള്ള ദിവസങ്ങളാണ് നമ്മൾ ഈ കടന്നു പോയതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാർത്ത മാറ്റി വെക്കാൻ പറ്റില്ല. വാർത്തയും ഒപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെഗ്മെന്റ്സും എല്ലാമായി ഞങ്ങൾ നാളെ രാത്രി 10:30 വീണ്ടും എത്തും. പ്രേക്ഷകർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നാളെ കാണാം. ബൈ. ഗുഡ് നൈറ്റ്.